രാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാർത്തികയുടെ വീട്ടിലെ കിരണും കല്യാണി ലക്ഷ്മിയും കാർത്തികയും കൂടെ ലാപ്ടോപ്പിൽ ക്യാമറയുടെ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ വന്നത് എങ്ങനെയാണെന്ന്, ഗംഗയാണോ അതോ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാം അവനെ കാർത്തികയ്ക്ക് ലക്ഷ്മിയമ്മയ്ക്കുമാണല്ലോ കൂടുതലായിട്ട് പരിചയമുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയാം ഗംഗപ്രസാദ് ആണെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നത്. ലക്ഷ്മിയമ്മ പറയാം അതെ അങ്ങനെ തന്നെയാണ് മോനെ തോന്നുന്നത്. കാരണം ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നിട്ട് അവൻ്റെ ഒരു മതിൽ ചാട്ടമൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് തോന്നുന്നതെന്ന് പറയുവാണ്. അപ്പോൾ കല്യാണി പറയാം അവനെപ്പോലെ എല്ലാ അടവും പയറ്റി തെളിഞ്ഞവനൊക്കെ ഇങ്ങനെ ചാടാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ കിരൺ പറയാം അവൻ്റെ കൂട്ടുകാരും ഉണ്ടല്ലോ ഈ നാട്ടിൽ, അവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവൻ തന്നെയാണെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറയില്ല, ചിലപ്പോൾ ഗംഗാപ്രസാദിൻ്റെ കൂട്ടുകാരായിരിക്കാമെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ലക്ഷ്മിമയും പറയാണ് എന്തായാലും സംഭവിച്ചത് ഒന്ന് ഓർത്ത് നോക്ക്. ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്ന് ആരും സംശയിക്കില്ല. ഇങ്ങനെ ഒരു കരോൾ വന്ന സമയത്ത് മോൾ കതവ് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്, ഞാനാണ് പറഞ്ഞത് വേണ്ടാന്ന്. അപ്പോൾ കാർത്തിക പറയുക ഗംഗപ്രസാദം മരിച്ചു എന്നതുകൊണ്ടാണ് എനിക്ക് ഒരു ഭയം തോന്നാതിരുന്നത്. അപ്പോൾ കല്യാണി പറയാം ആര് വന്നാലും വാതിൽ തുറക്കരുത്, പ്രത്യേകിച്ച് രാത്രിയായാലും പകലായാലും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുവാണേ. അപ്പോൾ കാർത്തിക പറയാം ഉന്നം തെറ്റാതെ എനിക്ക് വെടിവെക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ആ ചാൻസ് മിസ്സാവില്ലായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയാം അങ്ങനെയൊന്നും പറയണ്ട, എന്തായാലും നിങ്ങളോട് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. കാരണം ഇവിടെ വന്ന് നിങ്ങൾ ഒന്ന് താമസിക്കാൻ പറഞ്ഞാൽ, ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ. അപ്പോൾ കാർത്തിക പറയും അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങളുടെ ഒപ്പം ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾക്കും കൂടെ അപകടം സംഭവിച്ചേനായിരുന്നു. മതിൽ ചാടി വന്നവൻ ഞങ്ങൾക്ക് പകരം കിട്ടുന്ന ആരെയെങ്കിലും ഉപദ്രവിച്ചേനായിരുന്നു. അതുകൊണ്ട് ആരും ഇങ്ങോട്ടും വരണ്ട, ഞങ്ങൾ അങ്ങോട്ടും വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോൾ അതുകൊണ്ട് കാർത്തിക്ക് ഭയമില്ല, ഇവരിവിടെ നിന്നോളാമെന്ന് മാത്രം പറയുവാണ്. ലക്ഷ്മിയമ്മയും പറയുകയാണ് ആ സ്റ്റേഫി ഉണ്ടല്ലോ, ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണേ കിരണ എന്ന് പറയുമ്പോൾ കിരൺ പറയാം അച്ഛനെന്ന് വനിതാ ജയിലിൽ വിളിച്ചിരുന്നു, അവളെ കാണുവാൻ ആരും ഇന്നലെയൊന്നും ചെന്നിട്ടില്ല എന്ന് പറയാം. അവളവിടെ ശാന്തമായിട്ടാണ് ജീവിക്കുന്നത്, അവളെ ആരും ഒന്നും കാണാൻ വരുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് പോലീസിനെ കൈമാറാമെന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ കാർത്തിക പറയും ഗംഗയെ പോയതിനു ശേഷം ഞങ്ങൾക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. സ്റ്റെഫി എന്ന് പറഞ്ഞവളുടെ യഥാർത്ഥ പേര് തരുണിമ എന്നാണ്. അവർ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണ്. ഗംഗ ഒരു ക്രിമിനൽ ആണെങ്കിലും അവളോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചതെന്ന് പറയുക. കിരൺ പറയുക കാമുവിനെ നഷ്ടപ്പെട്ട കാമുകിയുടെ പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പിച്ചതായിരിക്കാം. ലക്ഷ്മിയും പറയും ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് കിരണെ ജീവിക്കുന്നതെന്ന് പറയുക. അപ്പോൾ കല്യാണി പറയുക കാർത്തികയുടെ കല്യാണം വരെ എങ്ങനെയും കല്യാണം മുടക്കണം എന്നൊരു ലക്ഷ്യത്തോടെ ആയിരിക്കും അവർ വന്നിട്ടുള്ളതെന്ന് പറയുവാണ്. ചേച്ചി ദിലീപേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയാൻ വിളിച്ച ദിലീപേട്ടനെയും കൂടി ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയെന്ന് പറയുക. അപ്പോൾ കല്യാണി പറയാം അങ്ങനെയൊന്നും പറയാതിരിക്കരുത്, കാരണം അത് പറഞ്ഞിരിക്കണം, കാരണം അദ്ദേഹം പുറത്തൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പുറത്ത് പോയിച്ച് ചിലപ്പോൾ അപകടം സംഭവിക്കണേ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പറയണമെന്ന് പറയാം. അപ്പോൾ കിരൺ പറയും ശരിയാ കാർത്തി, ഇവിടുത്തെ കാര്യങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി കൊലയാളി പോകുന്ന ദിലീപിൻ്റെ പിന്നാലെ ചിലപ്പോൾ ആവാനും സാധ്യതയുണ്ട്. ദിലീപിന് എന്തെങ്കിലും സംഭവിച്ചാൽ കല്യാണം മുടങ്ങുമല്ലോ. ലക്ഷ്മിയമ്മ പറയാം ഒന്ന് സമാധാനത്തെ കഴിഞ്ഞ് അതിനായിട്ട് വീണ്ടും നെഞ്ചിടിപ്പ് കൂട്ടി. അപ്പോൾ കിരൺ പറയാം ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ഇവിടെ താമസിക്കാമെന്ന് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയാം അതൊന്നും വേണ്ട മോനെ, ഞങ്ങൾക്കുള്ള വിധി ഇനി നിങ്ങൾക്കും കൂടി വന്നുകൂടാ. ദീപം മരിച്ച സമയത്ത് മോളുടെ സങ്കടം കണ്ടതാ, ഇനി ആർക്കും ഒരു ആപത്ത് വരാനും പാടില്ല എന്ന് പറയാം. കല്യാണി പറയാം എന്തിനാ ഇങ്ങനെയൊക്കെ കരുതുന്നേന്ന് പറയുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്കത് സങ്കടമല്ലേ, ഞങ്ങൾ ആരും അങ്ങോട്ടും ഇല്ല, നിങ്ങൾ ഇങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ വിഷമം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയും കേട്ടോ കല്യാണി. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഗംഗയാണ് കേട്ടോ. ഗംഗ എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ കിടക്കുവാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ്, അത് മിസ്സായി പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കല്യാണത്തിന് മുമ്പ് അവളെ അമ്മയും തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിന്തിച്ച് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കിരണും കല്യാണിയും കിരണിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ ഇരുന്നിട്ട് പറയുകയാണ്, കല്യാണി പറയുക ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്ന് അവൻ തന്നെ ആയിരിക്കുമോ കിരണേട്ടാന്നൊക്കെ ചോദിക്കുവാണ്. കിരൺ പറയുന്നത് നിൻ്റെ സംശയം ഉള്ളിൽ കിടക്കുന്നത് നമുക്ക് മാറ്റാം, നാളെ തന്നെ നമുക്കൊന്ന് കാട്ടിലേക്ക് പോവാം, നീയും കൂടെ പോരും, കാട്ടുമുമ്പൻ്റെ വീടും കാണാം, തേൻ നമ്മുടെ കുടുംബത്തിൽ വലിയ ഡിമാൻഡായിരിക്കുമല്ലേ, എല്ലാവരും ആവശ്യക്കാരായി, നമുക്ക് പോയി ചോദിക്കാം, അത് അവിടെ തേൻ എന്തായാലും വെയിലെടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ശരിക്കും ഒന്ന് വെയിലിനും വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. അപ്പം കല്യാണി പറയാം ശരി നാളെ പോവാം, നേരത്തെ വിളിച്ചു പറയണമെന്ന് വെയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, അതുകൊണ്ട് എന്തായാലും വിളിച്ചു പറയാമെന്ന് പറയുവാണ്. അപ്പോൾ കല്യാണി പറയുക എൻ്റെ ബലമായ വിശ്വാസം ആ കാട്ടിൽ അവനുണ്ടെന്ന് തന്നെയാണെന്ന് പറയുമോ. അപ്പോൾ കിരൺ പറയുക ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവനാണെന്ന് നീ ഉറപ്പിച്ചോ. കല്യാണി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം പോലീസിൽ നിന്ന് എന്താ കിരണോട്ടോട് പറഞ്ഞത്, മതിൽ ചാടുന്ന രീതിയും ആക്രമണ രീതിയും എല്ലാം ഗംഗയുടേതാണെന്നല്ലേ.
അപ്പോൾ കിരൺ പറയും അവൻ്റെ കൂടെയുള്ളവരും അവനെ പോലെ ആക്രമിക്കാൻ കഴിവുള്ളവരാണ്. വന്നത് അവനാണെങ്കിലും അല്ലെങ്കിലും അവൻ്റെ കൂട്ടുകാരാണെങ്കിലും ഒരവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നത്. ക്രിസ്മസ് കരോൾ സമയത്ത് ഒപ്പം കൂടിയതുകൊണ്ടാവും ആരും അവനെ സംശയിക്കാതിരുന്നത്. പോലീസിന് പോലും അവനെ സംശയിക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ ആ പള്ളിയിൽ നിന്ന് എല്ലാ വർഷവും കരോൾ പോകുന്ന അതും അവനൊരു തുണയായി. കല്യാണി പറയും, പക്ഷേ ഇടയ്ക്ക് ഒരാൾ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നപ്പോൾ അവർ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കില്ല കല്യാണി. കിരൺ പറയുവാണ്, ആർക്ക് വേണമെങ്കിലും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാമല്ലോ. കല്യാണി പറയാം, അപകടം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രണ്ടമ്മമാരെ നമുക്ക് നഷ്ടപ്പെട്ടേനെ, അമ്മയ്ക്ക് പിന്നാലെ ലക്ഷ്മിയമ്മയും. അപ്പോൾ കിരൺ പറയും, വീടിൻ്റെ പരിസരത്തുള്ള സുരക്ഷയൊക്കെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. പോലീസായാലും നൈറ്റ് പെട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഭാഗത്തും അഹങ്കാരം ഉണ്ടല്ലോ, അവിടെ നിന്നൂടെ, ഇവിടെ വന്ന് നിന്നൂടെ, നമ്മളല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞാലും അതൊന്നും സമ്മതിക്കത്തില്ല. ടെൻഷൻ കൂട്ടുക, നമ്മുടെ ടെൻഷൻ കൂടുക എന്നല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? നീ എന്തായാലും ഉറങ്ങിക്കോ, നാളെ അങ്ങ് പോകേണ്ടതല്ലേ എന്ന് പറയുവാണേ. അങ്ങനെ കിരണും കല്യാണിയും കിടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേലുവിനെയാണ്. വേലു തേൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അമലു അങ്ങോട്ട് വന്നിട്ട് ഇയാളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വേലു പറയുക, എനിക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ട, ഞാനിവിടെ ഒരു ജോലി ചെയ്യുവാണെന്ന് പറയുവാണ്. അമലു പറയുക, കൃത്യസമയത്തൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, ഇപ്പം എന്ത് പറ്റി? വേലു പറയുക, ഇപ്പം അതെല്ലാം തെറ്റിയല്ലോ എന്ന് പറയുവാണ്. തെറ്റിച്ചില്ലേ നിങ്ങളെല്ലാവരും എന്ന് പറയണം. അപ്പോൾ അമലു ചോദിക്കുകയാണ്, അല്ലെ ഞാൻ എന്താ ചെയ്തതെന്നാണ് നിങ്ങൾ ഈ പറയുന്നേ? ഇയാളുടെ ഒടുക്കത്തെ സംശയം കൊണ്ടാണ് ഇയാളുടെ തലയ്ക്കൊരു വെളിവുമില്ലാണ്ടായത് എന്ന് അമലു പറയുവാണേ. ഈ പറയുന്നതൊക്കെ അവസാനം സത്യമാവാതിരുന്നാൽ മതി എന്ന് പറയുവാണ് വേലു. അപ്പോൾ അമലു പറയണ, ഇയാളെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുവാണ്. ഇപ്പോൾ ഒരുത്തൻ കൂടെയുണ്ടല്ലോ, അവൻ്റെ ഒപ്പം താമസിക്കാനായിരിക്കുമല്ലേ കൂടുതൽ ഇഷ്ടം എന്ന് പറയുവാണ് വേലു. അമലു പറയണ, ഞാൻ ഇതിന് മറുപടിയൊന്നും പറയുന്നില്ല, ഇയാൾ തന്നെയാണ് തെറ്റ് ചെയ്യിക്കുന്നതെന്നൊക്കെ പറയുവാണ് അമലു. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം ഇയാൾ ചിന്തിക്കുന്ന പോലെയൊക്കെ പോയി ചിലപ്പോൾ സംഭവിച്ചു പോവും എന്നൊക്കെ പറയുകയാണ് അമലു. പറഞ്ഞ അവസാനം ഒരു തെറ്റിലേക്ക് പോകരുതെന്ന് പറയണം. അപ്പോൾ പറയണ്, എനിക്ക് അറിയാൻ വേണ്ടി നന്നായിട്ട്, കാരണം ഞാൻ കാണാൻ പാടില്ലാത്തത് പലതും കണ്ടിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അമലു ചോദിക്കുക, നിങ്ങൾ കാണാൻ പാടില്ലാത്ത എന്ത് കണ്ടു എന്നാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. ആണും പെണ്ണും ഒന്നിച്ച് നടന്നാൽ ഇത്ര വലിയ തെറ്റാണോ എന്ന് അമലു വേലിനോട് ചോദിക്കുവാണേ. ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഞാൻ അതിനപ്പുറമാണ് പലതും കണ്ടിരിക്കുന്നതെന്നൊക്കെ അമലിനോട് വേലു പറയുവാണ്. അതിൽ കഴമ്പില്ലാന്ന് എൻ്റെ അപ്പനും അമ്മയും പോലും മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ അമലു വേലുവിനോട് പറയുവാണ്. ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട, എല്ലാവരും ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുവാണ് തന്നെയും കാത്ത്. അപ്പോൾ താൻ വേണമെങ്കിൽ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അമലു പോവുകയാണേ. അമലു അങ്ങ് പോയപ്പോൾ വേലു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നേരത്തെ അവൾ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു, ഒരു നേരം ഞാൻ ഭക്ഷണം കഴിച്ചില്ല അവൾ കഴിക്കില്ലായിരുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ അവൾ ഭക്ഷണവുമായിട്ട് കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ പറയുവാണേ. അങ്ങനെയുള്ളവൾക്കാണ് ഇത്ര വലിയ മാറ്റമൊക്കെ എന്നൊക്കെ വേലു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. അവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഗംഗപ്രസാദ് മൂപ്പനും ഫുഡ് കഴിക്കുന്നുണ്ട്. മൂപ്പൻ്റെ ഭാര്യ അവിടെ വള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് അമലു വരുമ്പോൾ ചോദിക്കുകയാണ്, എന്താ മോളെ അവൻ വന്നില്ലേന്ന് ചോദിക്കും. പറയുക, ഇല്ല വിശപ്പില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ പറയാം, അവനെന്താ വിശപ്പില്ലാത്ത, അവനിന്ന് മൊത്തം കാട്ടിൽ തന്നെ ആയിരുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അമലു പറയുകയാണ്, തേൻ കുപ്പിയിൽ നിറച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ്റെ ഭാര്യ പറയണേ, അതേ കാട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തൊരു ഷാപ്പുണ്ടല്ലോ, ഇനി അവിടേക്കാനും കയറി മിനിങ്ങോന്ന് അറിയില്ല എന്ന് പറയുവാണ്. അപ്പോൾ അമലു പറയണേ, ആ മിനിങ്ങി ചെറിയൊരു മണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ മൂപ്പൻ ഗംഗയോട് പറയണേ, അവൻ അധികം കള്ള് കുടിക്കുന്നവനൊന്നുമല്ല, പിന്നെ കാട്ടിൽ പോയി കൂടുതലായിട്ട് ജോലി ചെയ്യുമ്പോൾ 1-2 ഗ്ലാസ് കള്ള് കുടിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ അമലു പറയണേ, അത് അപ്പൻ്റെ ധാരണ മാത്രമാണ്, അവൻ എന്നും കള്ള് കുടിക്കുന്നുണ്ടെന്നൊക്കെ അവൾ പറയുവാണ് കേട്ടോ. അപ്പോൾ അവളെ തന്നെ നോക്കി ഗംഗപ്രസാദ് ഇങ്ങനെ ഇരിക്കുവാണ്. അമലു പറയുകയാണ്, മൂക്കുമുട്ട കള്ള് കുടിച്ചിട്ടാണ് ഡെയിലി വരുന്നതെന്ന് പറയുമ്പോൾ വള്ളി പറയുകയാണ് കേട്ടോ. മൂപ്പൻ്റെ ഭാര്യ പറയുകയാണ്, ദൈവദോഷം പറയാതെ മോളെ, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ ചോദിക്കുകയാണ്, മോളെ നിനക്കിപ്പോൾ അവനോട് വലിയ ദേഷ്യമാണല്ലേ, എന്താ മോളെ എന്ന് ചോദിക്കുവാണ്. അതുകൊണ്ടായിരിക്കും അവൻ വരാത്തതെന്ന് വള്ളി പറയുകയാണ്. ഇപ്പോൾ അവൻ ആകെ വിഷമിച്ച നടക്കുന്നതെന്നൊക്കെ വള്ളി പറയുവാണ്. വിനായകൻ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക. അപ്പോൾ വള്ളി പിന്നെ അമലു പറയുകയാണ്, അത് വിനായകേട്ടനാണ് അതിന് കാരണം എന്ന് ചോദിക്കുന്നത് എന്ന് അമലു പറയുകയാണ്. അപ്പോൾ മൂപ്പൻ പറയുന്നത്, നിങ്ങൾ കുറച്ച് കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് അവൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറയുവാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.